ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഒരു ബിൽഡിങ്ങിൻ്റെ ഏറ്റവും ലോവർ പാർട്ടിനെ വിളിക്കുന്ന പേരാണ് ഫൗണ്ടേഷൻ. ആൻഡ് ദേ ആർ ഇൻ ടച്ച് വിത്ത് ദ സോയിലായിട്ട് ഡയറക്റ്റ്ലി ഇൻ കോണ്ടാക്ട് വരുന്ന പോർഷൻസ് ആണ് ഫൗണ്ടേഷൻസ് എന്ന് പറയുന്നത്. പിന്നെയെന്ന് പറയുന്നത് ഒരു ബിൽഡിങ്ങിൻ്റെ, അതിന് എത്ര വലിയ ബിൽഡിംഗ് ആയാലും അതിൻ്റെ എൻറ്റയർ ലോഡ് സോയിലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ബിൽഡിങ്ങിൻ്റെ എലമെൻറ്റിനെ പറയുന്ന പേരാണ് ഫൗണ്ടേഷൻസ്. ഈ ഫൗണ്ടേഷനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ബേസ്ഡ് ഓൺ ദെയർ ഡെപ്ത്. ഫസ്റ്റത്തേതാണ് ഷാലോ ഫൗണ്ടേഷൻ, രണ്ടാമത്തേതാണ് ഡീപ്പ് ഫൗണ്ടേഷൻ. ഷാലോ ഫൗണ്ടേഷൻ നമ്മൾ അധികം വലിയ ഡെപ്തിലേക്കൊന്നും യൂസ് ചെയ്യുന്നില്ല. ഡീപ്പ് ഫൗണ്ടേഷനാണ്, ആ പേര് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പോലെ ഡീപ്പ് ഫൗണ്ടേഷനാണ് വളരെ ഡെപ്ത് വേണ്ട കേസസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഷാലോ ഫൗണ്ടേഷൻ എന്താണെന്ന് നോക്കാം. ഷാലോ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് സ്മോൾ ബിൽഡിങ്സിന് അല്ലെങ്കിൽ ലൈറ്റ് ബിൽഡിങ്സിന്, അതായത് അധികം ലോഡൊന്നും വരാത്ത ബിൽഡിങ്സിൻ്റെ കേസിലാണ് നമ്മൾ ഷാലോ ഫൗണ്ടേഷൻസ് യൂസ് ചെയ്യുന്നത്. അതിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്: ഇൻഡിവിജ്വൽ ഫൂട്ടിംഗ്, ഐസൊലേറ്റഡ് ഫൂട്ടിംഗ്, കമ്പൈൻഡ് ഫൂട്ടിംഗ്, സ്ട്രിപ്പ് ഫൂട്ടിംഗ്, റാഫ്റ്റ് ഫൂട്ടിംഗ്. അതാണ് 4 ക്ലാസിഫിക്കേഷൻ. ഡീപ്പ് ഫൗണ്ടേഷനെ നമ്മൾ പിന്നെയും ക്ലാസിഫൈ ചെയ്തു പൈൽ ഫൗണ്ടേഷൻ ആൻഡ് കാഷൻസ് ഫൗണ്ടേഷനായിട്ട്. ഡീപ്പ് ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നത് വെരി ഹൈ ലോഡിൻ്റെയും ബിയറിംഗ്, അതേപോലെ സോയിലിൻ്റെ ബിയറിംഗ് കപ്പാസിറ്റി വളരെ കുറവാകുന്ന കേസസിലാണ് നമ്മൾ ഡീപ്പ് ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നത്. മെയിനായിട്ടും ഷാലോ ഫൗണ്ടേഷനെ പറ്റിയായിരിക്കും വീഡിയോനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടാവുക. ഫസ്റ്റത്തെ ഷാലോ ഫൗണ്ടേഷൻ എന്താന്ന് പറഞ്ഞു. ഷാലോ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് എന്താ പറയുക, സ്മോളർ ഡെപ്തിലൊക്കെ യൂസ് ചെയ്യുന്ന, അതേപോലെ തന്നെ സോയിലിൻ്റെ ബിയറിംഗ് കപ്പാസിറ്റി ഒക്കെ ഗുഡ് ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഷാലോ ഫൗണ്ടേഷൻസ് എന്ന് പറയുന്നത്. അതിന് 4ആയിട്ട് ക്ലാസിഫൈ ചെയ്തു: ഇൻഡിവിജ്വൽ ഫൂട്ടിംഗ്, കമ്പൈൻഡ് ഫൂട്ടിംഗ്, സ്ട്രിപ്പ് ഫൂട്ടിംഗ് ആൻഡ് റാഫ്റ്റ് ഫൂട്ടിംഗ്. ഇൻഡിവിജ്വൽ ഫൂട്ടിംഗ് എന്താണെന്ന് നോക്കാം. ഇൻഡിവിജ്വൽ ഫൂട്ടിംഗ് എന്ന് പറയുന്നത് അവിടുത്തെ സോയിൽ കണ്ടീഷൻസ് ഒക്കെ ഗുഡാണ്, അതേപോലെ തന്നെ ഒരുപാട് ലോഡൊന്നും എടുക്കുന്നില്ലെങ്കിൽ നമ്മൾ ഇൻഡിവിജ്വൽ ഫൂട്ടിംഗ് പ്രിഫർ ചെയ്യും. ഓരോ കോളത്തിനും ഇൻഡിവിജ്വലി നമ്മളൊരു കോൺക്രീറ്റ് സ്ലാബ് കൺസ്ട്രക്ട് ചെയ്യുകയാണ്. അങ്ങനത്തെ കേസിലാണ് ആ ഒരു സംഭവത്തിനെയാണ് ഇൻഡിവിജ്വൽ ഫൂട്ടിംഗ് എന്ന് പറയുന്നത്. ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഇത് യൂസ്ഡ് വെൻ SBC ഈസ് ഹൈ ആൻഡ് ലോഡ്സ് ആർ ലെസ്. പിന്നത്തെ ഒരു കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ, കോളംസ് ക്ലോസ്ലി സ്പേസ്ഡ് അല്ലെങ്കിൽ നമ്മൾ ഇതേപോലെ ഇൻഡിവിജ്വൽ ഫൂട്ടിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. ഇൻഡിവിജ്വൽ ഫൂട്ടിങ്ങിനെ പിന്നെയും ഡിവൈഡ് ചെയ്ത് 3 ആക്കുന്നുണ്ട്: സിമ്പിൾ ഫൂട്ടിംഗ്, സ്റ്റെപ്ഡ് ഫൂട്ടിംഗ് ആൻഡ് സ്ലോപ്ഡ് ഫൂട്ടിംഗ്. ഫസ്റ്റത്തെ സിമ്പിൾ ഫൂട്ടിംഗ്. സിമ്പിൾ ഫൂട്ടിംഗ് എന്ന് പറയുന്നത്, സിമ്പിൾ ഫൂട്ടിങ്ങിനെ അല്ലെങ്കിൽ വിളിക്കുന്ന പേരുകൾ പാഡ് ഫൂട്ടിംഗ്, ഫ്ലാറ്റ് ഫൂട്ടിംഗ് ആൻഡ് പ്ലെയിൻ ഫൂട്ടിംഗ്. അതെന്താണെന്ന് വെച്ചാൽ ഓരോ കോളത്തിൻ്റെ അടിയിലും ഇൻഡിവിജ്വലി നമ്മൾ ഇങ്ങനെ എന്താ പറയുക കോൺക്രീറ്റ് സ്ലാബ്സ് കൺസ്ട്രക്ട് ചെയ്യുന്ന തന്നെയാണ് നമ്മൾ സിമ്പിൾ ഫൂട്ടിംഗ് എന്ന് പറയുന്നത്. ഈ കാണിച്ചേക്കുന്നത് കോളവും പിന്നെ ഈ കാണിച്ചേക്കുന്ന ഇതെന്ന് പറയുന്നത് അതിൻ്റെ ലോഡിനെയും കാണിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ സിമ്പിൾ ഫൂട്ടിംഗ് എന്ന് പറയുന്നത് നമുക്ക് ക്യാൻ ബി ക്ലാസിഫൈഡ് അല്ല, അതിന് പിന്നെയും നമുക്ക് സർക്കുലർ, റെക്റ്റാങ്കുലർ, സ്ക്വയർ എന്നൊക്കെ പറഞ്ഞിട്ട് അത് പിന്നെയും ഡിവൈഡ് ചെയ്ത് പോകുന്നുണ്ട്. അടുത്തതാണ് സ്റ്റെപ്ഡ് ഫൂട്ടിംഗ് എന്ന് പറയുന്നത്. സ്റ്റെപ്ഡ് ഫൂട്ടിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഇതേപോലെ കുറേ കോൺക്രീറ്റ് ബ്ലോക്സ് കൺസ്ട്രക്ട് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ പിന്നെയും കോളം വരുന്ന, ഇതേപോലെ ഒരു കോളത്തിൻ്റെ അടിയിലേക്ക് പിന്നെയും കുറേ സ്റ്റെപ്പ് പോലെ നമ്മൾ കോൺക്രീറ്റിൻ്റെ സ്ലാബുകൾ കൺസ്ട്രക്ട് ചെയ്യുന്നതാണ് സ്റ്റെപ്ഡ് ഫൂട്ടിംഗ് എന്ന് പറയുന്നത്. ഇപ്പം കുറേ ഒന്നും യൂസ് ചെയ്യാത്ത ഒരു ടൈപ്പ് ഓഫ് ഫൂട്ടിംഗ് ആണ് സ്റ്റെപ്ഡ് ഫൂട്ടിംഗ് എന്ന് പറയുന്നത്. 3ആമത്തേതാണ് സ്ലോപ്ഡ് ഫൂട്ടിംഗ് അല്ലെങ്കിൽ ട്രപ്പിസോയിഡൽ ഫൂട്ടിംഗ് എന്ന് പറയും. അതിൻ്റെ പ്ലാനാണ് ഈ കാണിച്ചിട്ടുള്ളത്. ഒരു കോളം, അതിൻ്റെ പെഡസ്റ്റൽ, പിന്നെ ആ പെഡസ്റ്റലിൽ നിന്ന് ഇങ്ങനെ സ്ലോപ്ഡായിട്ട് 4 സൈഡിലേക്കും സ്ലോപ്പ് പോകുന്നുണ്ട്. ആ സ്ലോപ്പ് 45 ആയിരിക്കും എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്ന് പറയുന്നത്. എല്ലാ സൈഡിലേക്കും 45 ഡിഗ്രി ടോപ്പ് സ്ലോപ്പ് ആയിരിക്കും ഉണ്ടാവുന്നത്. രണ്ടാമത്തെ ഡീപ്പല്ല ഷാലോ ഫൗണ്ടേഷൻ്റെ രണ്ടാമത്തെ ടൈപ്പാണ് കമ്പൈൻഡ് ഫൂട്ടിംഗ് എന്ന് പറയുന്നത്. കമ്പൈൻഡ് ഫൂട്ടിംഗ് എപ്പോഴാണ് യൂസ് ചെയ്യാന്ന് വെച്ചാൽ, ഓരോ ഇൻഡിവിജ്വൽ കോളത്തിനും നമ്മൾ ഈ കോളംസ് ക്ലോസ്ലി സ്പേസ്ഡ് ആണെങ്കിൽ നമുക്ക്
ഇൻഡിവിജ്വൽ ഫൂട്ടിങ്സ് പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് ഇത് രണ്ടും ഇപ്പം ഇതിനൊരു ഇൻഡിവിജ്വൽ ഫൂട്ടിങ്ങും ഇതിനൊരു ഇൻഡിവിജ്വൽ ഫൂട്ടിങ്ങും പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അത് രണ്ടും തമ്മിൽ കമ്പൈൻ ആവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്, ഓവർലാപ്പ് ചെയ്യാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അങ്ങനത്തെ കേസിലാണ് 2 കോളത്തിനും കൂടെ നമ്മൾ ഒറ്റ ഫൂട്ടിംഗ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യും. അതാണ് ഈ കാണിച്ചിരിക്കുന്നത് 2 കോളംസ്. ഇതതിൻ്റെ സെക്ഷനാണ്, ഇതതിൻ്റെ പ്ലാനാണ്. പിന്നത്തെ ഒരു കേസ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു കേസ് പറഞ്ഞു 2 എണ്ണം, അതായത് ഇൻഡിവിജ്വലി നമുക്ക് ക്ലോസ്ലി സ്പേസ്ഡ് ആണെങ്കിൽ ഇൻഡിവിജ്വലി ഫൂട്ടിങ്സ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റാത്തൊരു കേസ്. രണ്ടാമത്തെ കേസ് എങ്ങനെയാണെന്ന് വെച്ചാൽ, പ്രോപ്പർട്ടി ലൈനിന് അടുത്ത് കോളംസ് വരുവാണെങ്കിൽ, ഇത് നമ്മുടെ പ്രോപ്പർട്ടി ലൈൻ, ആ പ്രോപ്പർട്ടി ലൈനിന് അടുത്തേക്ക് നമുക്കൊരു കോളം വരികയാണ്. അപ്പം നമുക്ക് ഇതിന് ഇൻഡിവിജ്വലി കൊടുക്കാൻ പറ്റൂല. അപ്പോൾ ഇത്രയും വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ട ഒരു എന്താ പറയുക ഫൂട്ടിങ്ങിൻ്റെ സൈസ് അതിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഇതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി കോയിൻസൈഡ് ചെയ്യാതെ വരും. കോളത്തിൻ്റെയും അതേപോലെ ഫൂട്ടിങ്ങിൻ്റെയും കോയിൻസൈഡ് ചെയ്യാതെ വരും. അങ്ങനത്തെ കേസസിലും നമ്മൾ ഇതിനപ്പുറത്തൊരു കോളം ഉണ്ടെങ്കിൽ അത് കമ്പൈൻഡ് ആക്കി കൊടുക്കും.